അല്ല, എന്റെ ഭാര്യ കൊച്ചിവിടെ എന്തൊരു ചെയ്യുന്നു? വലിയ തിരക്കിലാണല്ലോ. പിന്നല്ലാണ്ട് ഞായറാഴ്ചയല്ലേ, എന്റെ മക്കളെല്ലാരും വീട്ടിലുണ്ട്. പിന്നെ ഒരുത്ത ഇപ്പം കുഞ്ഞു വന്നതിന് ശേഷം ജോലിക്കായി പോവാറില്ല. ഒരുത്ത് ഞായറാഴ്ച ഉള്ളതിനന്ന് കൂർക്കം വലിച്ചുറക്കം. അടുത്തവണ്ണം മരം കയറി എണീറ്റിട്ടുണ്ട്. എണീറ്റ് അമ്മക്ക് എന്തൊരു കരിയേപ്പില വേണമെന്ന് പറഞ്ഞാണ് ഓടിയേക്കുന്നത്. നീ അതും പറിച്ചോണ്ട് എപ്പം വരണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അങ്ങ് അക്കരക്കരയേണ്ട പോയി പറിക്കുന്നതൊക്കെയാണ്. അപ്പുറത്ത് നിൽക്കുന്ന കരിയേപ്പില പറിക്കാൻ പോയിട്ട് മണിക്കൂറൊന്നായി. എനിക്ക് അറിഞ്ഞൂടെ ഈ പെൺകുച്ചിനെ കൊണ്ട് ഞാൻ എന്തിനാണ് ചെയ്യേണ്ടത്. ഏട്ടനല്ല വേണോ? എന്തിങ്ങോട്ട്? ആ നോട്ടം അത്ര ശരിയല്ലല്ലോ. ഞാൻ നോക്കിയിരുന്നു. എന്റെ ഭാര്യ വര സൗന്ദര്യം കൂടി വരുന്നുണ്ട്. ഇനിയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയ നിന്നെ കല്യാണം ആലോചിക്കുന്ന ആൾക്കാർ. ആ ഭാര്യയുടെ സൗന്ദര്യം ഞാനൊന്ന് ആസ്വദിക്കണ്ടേ? ആസ്വദിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ ഞാൻ. എന്റെ ഇഷ്ടായില്ലേ? ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷേ ആ സൗന്ദര്യ ആസ്വാദനത്തിന് സമയമുണ്ട്, കാലവും ഉണ്ട്. അതിനു വേണ്ടിട്ട് നമുക്കൊരു റൂമും ഉണ്ട്. ഇവിടെ നിന്ന് സൗന്ദര്യം ആസ്വദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും തലതെറിച്ച് ഒരെണ്ണം കയറി വരും. പിന്നെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കേണ്ടി വരില്ല. അങ്ങനത്തെ ഉള്ള മക്കളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളല്ലേ അങ്ങനെയൊക്കെ വരൂ. പിന്നെ മക്കളുണ്ടെന്ന് പറഞ്ഞ് സൗന്ദര്യം ആസ്വദിക്കാതിരിക്കും? എന്റെ ഭാര്യയുടെ സൗന്ദര്യം എപ്പം എവിടെ വെച്ച് തോന്നിയാലും ഞാൻ ആസ്വദിക്കും. അത് ഞാൻ റോഡിന്റെ നടുക്കായാലും ശരി ആസ്വദിക്കും. പുതിയ സോപ്പ് എടുത്തെന്ന് തോന്നുന്നില്ല. തമ്പുരാട്ടിനെ നല്ല മണം. മനുഷ്യ ഉണ്ടായിരുന്നു പറയുന്നു. അയ്യോ അടി, ഗ്യാസ് പൊട്ടി തെറിക്കടിയേ, ഓടിക്കടിയേ. ഗ്യാസ് പൊട്ടി തെറിച്ചല്ല, ഞാൻ പേടിപ്പിച്ചതാ. പേടിച്ചില്ലേ രണ്ടുപേരും? വിഷയട്ടാണ് ചട്ടു വന്നിട്ട് എടുത്താണെങ്കിൽ അടുപ്പിലോട്ട് വെച്ചിട്ട് പിന്നീട് ചന്തി ആക്കി വെച്ചു കൊടുക്കട്ടെ. മനുഷ്യനെ ഇപ്പൊ അറ്റാക്ക് വന്ന് ചത്താല് നിനക്ക് എന്താ? അവളെ ചന്തിക്കേനെ വെച്ചോട്. അവളെ കാണിച്ചേ ഞാനാണ് ചത്തിരുന്നെങ്കിൽ എന്തേരായി പോനാ. എന്റെ പാത്രം ആര് നോക്കിയാനാ? അവള് വേറെ കെട്ടിയനാ. ഇതൊന്നും കളിയില്ലേട്ടാ. ജീവിതമാണ് ജീവിതം. അയ്യോ അമ്മ ഒന്നും ചെയ്യല്ലേ അമ്മ. എന്തേരമ്മ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ രണ്ടും കൂടെ സൊള്ളിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ച് കട്ടറും പാവാന്ന് പറഞ്ഞ കട്ടറും പായനെ ബോംബിട്ട. സോറി അമ്മ, ഇനി ഞാൻ ഒന്നും ചെയ്യൂട്ടമ്മ. ഞാൻ പോടെ. നിങ്ങൾ എന്തിനാണോ ചെയ്തോ? നിന്നെ ഞാൻ എടുത്തോളാടി. നീ വാ. എന്റെ കൈ കെട്ടിട്ട് നിന്നെ നോക്കിക്കോ. നിന്റെ രണ്ട് ചുണ്ടുകൂടെ ഞാൻ കൂട്ടിത്തച്ച് വെക്കുന്നുണ്ട്. നീ മേലെ ഇങ്ങനെ സൗണ്ട് ഉണ്ടായിരുന്നു. കുരുത്തം കിട്ട സാധനം. അന്ന് ഈ വീട്ടിൽ വന്ന് കയറിയ സാധനമാണ് ആ പോകുന്നത്. പക്ഷെ എന്റെ മുഖത്ത് ചിരിയാണ് എന്റെ ഭംഗിയില്ലേട്ടാ. അതെപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. എന്റെ കണ്ണിൽ ഇനി ഒരു കണ്ണീര് വരരുത്. മനുഷ്യ മര്യാദയ്ക്ക് പൊക്കോ. വല്ല ആവുമ്പോ ഞാൻ വിളിച്ചോളാം. അങ്ങനെ ഒരു റൊമാൻസ് കിളവനായി. മര്യാദയ്ക്ക് റൂമിലെല്ലാം പോയിരിക്കാൻ നോക്ക്. ഞാൻ അങ്ങോട്ടാണ് വരുമ്പോ റൊമാൻസിക്കാം. മനുഷ്യന്റെ കൊല്ലിക്കാനായിട്ട് മക്കളും തന്തേരും കൂടി ഇറങ്ങിയേക്കും. നമ്മള് പോണേ. നമ്മളായിട്ട് ഇവിടെ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്കറിയാം അമ്മയും മക്കളൊക്കെ ഒറ്റക്കെട്ടാണ്. എന്നെ ഓട്ടിക്കാൻ വേണ്ടി ചെയ്തല്ലേ ഞാൻ പോകണം. അതെ, പിണങ്ങി പോവേണ. എന്നാ ഇതും കൂടെ കൊണ്ടുപോക്കോ. ഞാൻ പോണം. അല്ലടാ ഏട്ടാ, നിനക്ക് ജോലിക്കൊന്നും പോണ്ടേ? ജോലിക്കും പോവില്ല, ഒന്നിനും പോവില്ല. ഇവിടെ കൊച്ചിനെ കളിപ്പിച്ചാൽ ഇരിക്കുന്നു. വല്ല പണിക്കും പോടാ ചേട്ടൻ. തന്നെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കാതെ. കുഞ്ഞിനെ നോക്കാൻ നമ്മളുണ്ട് ഇവിടെ. അയ്യ, എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. എനിക്ക് ആരെയും സഹായം വേണ്ട കേട്ടാ. അവനെ എന്റെ കൊച്ചാണ്. എന്റെ കുഞ്ഞ് ഞാൻ നോക്കിക്കോളാം. വേറെ ആരും നോക്കണ്ട. പിന്നെ എനിക്ക് വലിയ ജോലി ഉണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം. എനിക്കിന്നും വലിയ ജോലിയൊന്നുമില്ല. ഞാൻ ഉള്ള ഓട്ടോ രാമേട്ടന് കൊടുത്തു. അതുകൊണ്ട് എന്റെ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി അങ്ങോട്ട് മാറിയിരിക്കും. അയ്യേ എടാ ചേട്ടാ, എന്റെ കണ്ണം വന്നതിന് ശേഷം നീ ഇത്തിരി മടിയനാട്ടാ. വെറും കുഴി മടിയേ. വല്ലപ്പോഴും ജോലിക്ക് പോടാ. നാളെ ഇല്ലേടാ നിനക്ക്? മറ്റേ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ജോലിക്ക് പോണമായി. അയ്യേ
നീ അങ്ങോട്ട് മാറിയാണ്. ഒരു ഞായറാഴ്ച എനിക്ക് ലീവുള്ള. എന്റെ കൊച്ചിൻ്റെ അടുത്ത് കളിക്കാനായിട്ട് എനിക്ക് സമയം വേണം. നീ പോയാണ് അങ്ങോട്ട് മാറി എന്റെ കൊച്ചിനെ ഇങ്ങോട്ട് വാടാ കണ്ണാ, നമുക്ക് പോവാം. അയ്യടി മനമ്പ ഇങ്ങോട്ട് വാ, ഇപ്പൊ തരാം. എന്റെ കൊച്ചിനെ ഞാൻ ഇന്ന് നോക്കല്ല, വേറെ ആർക്കും തരില്ല. ഓ എനിക്കറിയാൻ നോക്കാൻ. ആഹാ, നിന്റെ കുഴി മടിയെന്തോ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞായറാഴ്ചയെന്നും പറഞ്ഞു. ഓ വക്കീലല്ലേടി അവൻ, വല്ലതൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൂടെ? അയ്യേ നടക്കേടെ എന്നാ. ഓ വേറെ കുഴിമടിയെ. ഞാൻ വല്ലപ്പോഴും ജോലിക്കെങ്ങനെ പോവും. ഓ ഇവൻ വന്നിട്ട് എത്ര കേസവ ഏറ്റെടുത്തിട്ടുണ്ട് നീ പറ. എന്റെ കൊച്ചു വന്നതിന് ശേഷം എത്ര കേസവ ഏറ്റെടുത്തിട്ടുണ്ട്? അയ്യേ മയച്ച. പിന്നെ എന്റെ വിച്ചുവേ നല്ല കേസ് നോക്കി ഏറ്റെടുക്കണം. അല്ല ആപ്പ ഉപ്പ കോഴിക്കള്ളന്മാരെ കേസൊന്നും എടുക്കൂല. ഓ ഈ ചെറുക്കൻ നല്ല ഒരു കേസ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് കേട്ടല്ല. നീ അതൊക്കെ ഇവിടെ എന്റെ കൊച്ചിനെ ഏറ്റെടുത്താണ്. ഓ അവന്റെ ഒരു കളി. ഇല്ലടെ എന്റെ കൊച്ചിനെ ഞാൻ എന്റെ കൊച്ചിനെ എടുത്തോണ്ട് പോയിട്ട് ഒത്തിരി നേരം അവനെ വെച്ചോണ്ടിരിക്കട്ടെ. ഓ മര്യാദക്ക് തന്നോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഓ നീ കൊല്ലാൻ വരപ്പോ ഞാൻ നിന്ന് തരാം. പാടി അവിടെ നിന്ന്. എന്റെ കൊച്ചിനെ തന്നിട്ട് നീ ഇന്ന് കൊച്ചിന്റെ അവിടെ കളിച്ചത് കണക്ക് തന്നെ. ഓ നിങ്ങൾ രണ്ടും നോക്കണ്ട, എനിക്കറിയാം നോക്കാനായിട്ട്. എന്തിനാ അലപ്പറകളെ രണ്ടും? ഇത് സമാധാനം തരൂല. ഓ വല്യ ഓ അമ്മച്ചി ഞാൻ തരൂല എന്റെ കൊച്ചിന്. ലവക്ക് കൊടുക്കാനല്ലേ എനിക്കറിയാം. നിങ്ങൾ രണ്ടും ഒറ്റക്കെട്ടാണ്, ഞാൻ തരൂല. ആ വലിയ മര്യാദരാമി എന്തോ എന്നെ അവിടെ നിന്ന് ഓടിക്കൊണ്ട് വന്ന് അമ്മ അടന്ന് പൊളക്കണം. ഞാൻ കേട്ടാ എന്താണ് കാര്യമെന്ന് മാത്രം മോളെ പൊളിഞ്ഞാ മതി. അതൊന്നുമില്ല. അച്ഛനും അമ്മയും കൂടെ അവിടെ റൊമാൻസ്. ഞാൻ അതിനൊന്ന് ബോംബിട്ട് തകർത്തി. അതിനുള്ള ചട്ടവും പഠിപ്പിക്കാൻ വെച്ചതാ. മോളെ കൊച്ചിനെ കൊണ്ടുപോയി പാല് കൊടുത്താണ്. പാല് കൊടുത്ത് ഉറക്കാൻ നോക്ക്. സമയായി. അവൻ രാവിലെ എണീറ്റതല്ലേ. കൊണ്ടുപോയി പാല് കൊടുത്ത് ഉറക്ക്. ഉറങ്ങി എണീറ്റിട്ട് കുറുക്ക് കൊടുക്ക. ഓ ആയിക്കോട്ടെ. എന്റെ കുഞ്ഞിനെ ഇനി തരും. തരൂലെന്നല്ലേ അറിഞ്ഞു. ഇപ്പൊ എന്തരായി? ദൈവം എന്റെ കൂടെയാണ്. പിന്നെ രണ്ടും കൂടെ ഇനിയും വെക്കുന്ന അടി ഉണ്ടാക്കിയാലേ എനിക്ക് തേറ്റൊടിക്കാൻ വെച്ചിരുന്ന ചട്ടവും ഇപ്പോഴും ആ ഗ്യാസിന്റെ വണ്ടി ഇരിപ്പുണ്ട്. അമ്മയാണ് കഴി വന്ന് രണ്ടിന്റെയും കൂടെ പുറത്ത് കൊണ്ടുവന്ന് വെക്കണ്ടേ. മര്യാദയ്ക്ക് അടങ്ങി കൊടുക്കുന്നത് ഇവിടെ എങ്ങനെയൊക്കെ ഇരുന്നു. ഓഹോ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ പണി ഉണ്ടാക്കണ്ട. അതിക്കുട്ടി വാടി, നമുക്കൊന്ന് നടന്നിട്ട് വരാം. സൺഡേ അല്ലേ, നമുക്ക് എങ്ങനെയാന്ന് നടക്കാനൊക്കെ പറ്റുള്ളൂ. വാ നടന്നിട്ട് വരാം. എന്നാ വാട ചേട്ടാ, നമുക്ക് പോയിട്ട് വരാം. അതെ നടക്കാൻ പോവേടാ. എങ്കിൽ ഞാനും വേണ്ടേ ഒരു 10 മിനിറ്റ് കണ്ണനെ ഉറക്കിയിട്ട് വരാമേ. അമ്മയുടെ പൊന്നു വേഗം ഉറങ്ങണേടാ. അമ്മ മാമന്റെ മാമിയുടെ ഒരു ചെറിയ വാക്കിങ്ങിനെ പോയിട്ട് എന്റെ കുഞ്ഞുണരുമ്പോ ഓടി വരാലോ. എങ്കിൽ നീ വരുമ്പോഴേ ആ കാട്ടുപൂച്ചയെ കൂടെ വിളിച്ചോട്ടാ. ഞായറാഴ്ച പറഞ്ഞ് കിടന്ന് ഉറങ്ങിയാണ് കുഴി മടിച്ച് കുമ്പാർ. എന്റെ ചേട്ടനെ എല്ലാം വിളിച്ചാണ്ടല്ലോ. തലക്കെല്ലാം വെച്ച് അടിച്ചേരിഞ്ഞ നാത്തൂനൊന്നും നോക്കൂല. വാടി മോളെ, നാത്തും പോരുന്നു. നമുക്ക് നിൽക്കണ്ട, നമുക്ക് പൊക്കളെ, നമുക്ക് വെളിയിൽ നിൽക്കാം. അവര് വരട്ടെ. ഏട്ടാ 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 ഇനി നമുക്ക് നടക്കാൻ പോകുന്നുണ്ട്. ആദ്യം ആബിയേട്ടനും താഴെ നിൽപ്പുണ്ട്. വാമ പോയിട്ട് വരാം. വാ എണീരങ്ങാട്ടെ. ഞാൻ ഇല്ല, നിങ്ങൾ പോയിട്ടോ. കൊച്ചിനെ ആണെങ്കിൽ ഇവിടെ കൊണ്ട് കിടത്തിക്കോ. നിങ്ങൾ പോക്കോ, ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇല്ല. എണീറ്റ് വന്നാണ്. ഇല്ലെങ്കിൽ നോക്കിക്കോ. ഞാൻ ആദ്യയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇവിടെ വരാതെ അപ്പുറത്ത് പോയി കിടന്നത് കുടിച്ചിട്ട് വന്നോണ്ടാണെന്ന്. ഈ കൊച്ചു നീ എന്റെ അനിയത്തിയാണോ അതേ കാലത്തെയാണോ? ഞാൻ എന്നല്ലേ കുടിച്ചിട്ട് വന്നാ? ഞാൻ കുടിക്കുള്ളൂ നമുക്കറിയാലോ. ഓ അതെ, ചേട്ടൻ കുടിക്കില്ലെന്ന് നമുക്കറിയാം. അതേപോലെ ഞാൻ കള്ളം പറയൂലെന്ന് നമുക്കറിയാം. ഞാൻ കള്ളം പറയൂ ഇതില്. മര്യാദയ്ക്ക് എണീറ്റ് എന്റെ കൂടെ വന്ന. ഓ വാ എണീറ്റ് വാമ പോയി നടന്നിട്ട് വേഗം വരാം. ഓ നടക്കങ്ങോട്ട് ഞാൻ വരാം. ഒന്ന് കിടക്കാൻ താമസിക്കൂല. ഞായറാഴ്ചയായിട്ട് എല്ലാണത്തിന്റെ അടുത്ത് തോട്ടി കളഞ്ഞിട്ട് ഒരു ദിവസം വന്ന് കയറി കിടന്ന് ഉറങ്ങണം. ജയിലിലെങ്കിലും പോയി കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാം. എന്നാലും ഞാൻ ഉറങ്ങാൻ താമസിക്കില്ല. എനിക്ക് നീന്താ അറിയാം. ഞാൻ അവരെല്ലാരും രക്ഷിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ചേട്ടന്റെ തലക്കൂടെ വെള്ളം കോരി ഒഴിക്കും. വാങ്ങിയായിട്ട് പോവാം. ഓ ഇതിനെ കൊണ്ട് പോങ്ങാട്ട് വാ. അവരെവിടാ? എതിലാണോ ഒന്നിനൊന്ന് മിച്ചം തന്നെ. അമ്മ ഞങ്ങളൊന്ന് നടന്നിട്ട് വരാവേ. കണ്ണ ഉറങ്ങുവന്നേ. വെയിലാവുന്നതിന് മുമ്പ് വരണം. അല്ലാണോ? ഇത് എണീറ്റ് വന്ന എനിക്കറിയാതെ നീ വിളിച്ചാലേ എനിക്ക് വന്നു. ഞാൻ വിളിച്ച അനങ്ങാപ്പാറ ഉണക്ക് കിടക്കും. അതുകൊണ്ടാ നിന്നെ കൊണ്ട് വിളിപ്പിച്ച. അനിയത്തിയാകുമ്പോ ഒന്നും പണയാൻ പറ്റൂലല്ലോ. ചാടി എണീറ്റ് വരുമല്ലോ. ഒരു അനിയത്തിയും ചേട്ടനും ഇരിക്കുന്നു. കണ്ടുകൊടുത്താലും മതി. രണ്ട് ആയിക്കോട്ടെ വരി നടക്കാം. ഇച്ചിരി വെയിലായില്ലേ, എന്നാലും കുഴപ്പമില്ല. വാ നമുക്ക് നടക്കാം.
കിട്ടിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയില്ലല്ലോ. അന്നിട്ട് ലീവ് കിട്ടിയില്ലടാ. കമ്പനി വർക്കൊക്കെ എങ്ങനെയുണ്ട്? വർക്കൊക്കെ കൊള്ളാടാ. ലീവ് കിട്ടുമായിരുന്നു, ഞാൻ പിന്നെ ലീവ് എടുത്തില്ല. അമ്മ ഇവിടെ ഇല്ലേന്നല്ല, അനിയത്തിയുടെ കാര്യത്തിന് വേണ്ടിട്ട് പോയേക്കല്ലായിരുന്ന. അവളെ ഡെലിവറി ടൈമൊക്കെ അല്ലായിരുന്ന തെന്നലിന്റെ. അങ്ങനെ അവൾ അങ്ങോട്ട് പോയായിരുന്നു. അല്ല, തെന്നലിന്റെ കൂടെ അല്ലേ ഉള്ളതല്ലേ ഇവളെ കെട്ടിക്കാറൊന്നും ആയില്ലേ. അവളെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. നീ അറിഞ്ഞില്ലായിരുന്ന? നിനക്കപ്പോഴും ജോലി കിട്ടി പോയ ടൈം അല്ലായിരുന്ന. അവന്റെ കല്യാണം കഴിഞ്ഞ് അവളെ സഹിക്കുന്നവനാ അടുത്ത് നിൽക്കുന്നത്. ഓ ഹായ്, ഐ രാഹുൽ. ഞാൻ ഇവനോടെ പഠിച്ചതാ. ഞാൻ ഈ കാന്താരിനെ കണ്ടു വളർന്നതാ. നമ്മളെ കെട്ടിയ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇപ്പൊ ജോലി കിട്ടി പോയ സമയമായിരുന്നു, കല്യാണത്തിന് വരാൻ പറ്റില്ല. അതൊന്നും സാരമില്ല. അഡ്വക്കേറ്റ് വിഷ്ണു. ഇതെന്റെ അനിയത്തി സ്വാതി. ഹായ്. അനിയത്തി എന്ത് ചെയ്യുന്നു? ഹായ്. അവള് ആദ്യരോടെ അതിരെ കമ്പനിയിൽ വർക്ക് ചെയ്യാം. 6 മാസമായി കാണും കയറിയിട്ട്. അല്ലടി മന കയറി. നീ അറേഞ്ച് മാരേജ് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു നീ അവൻ്റെ എവിടെയെങ്കിലും ചാടിപ്പോകുന്നാണ്. ഇത് എങ്ങനെ പെട്ടുപോയി? അതെന്തേലും വർത്താനം മനുഷ്യ. അറേഞ്ച് മാരേജ് ഒന്നും അല്ലായിരുന്നു. അവള് പുറകെ നടന്ന് വളച്ചതാ. അപ്പൊ അവ സഹി കെട്ട് സംഭവിച്ചു. അപ്പൊ പെടുത്തിയതാണല്ലേ. പൂവറളെ സാരങ്ങളിയാ, ഇതൊക്കെയല്ലേ ജീവിതം, സഹിച്ചടാ. അതെ, രണ്ടു കൂടെ നിന്ന് എന്നെ നോക്കിയത് മതിയേട്ടാ. കുറെ നേരായി. അവന് കിട്ടാവുന്നത് വെച്ച് ബെസ്റ്റ് തന്നെ ഞാൻ. ജമ്മല്ല ജിമ്മ്. ശരിയല്ലേ? ഇനി ഞാൻ പോട്ട്. നമ്മള് വൈകുന്നേരം അമ്മേനെ കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം. വരണമല്ലോ? വരാം. അപ്പൊ പിന്നെ ശരിയല്ലേ? അതിയായി ശരിയെന്നെ. ശരിയെന്നെ. രാധിക്കുട്ടോ, അവന്റെ നോട്ടം അത്ര ശരിയല്ല കേട്ടാ. അവൻ ചെറിയൊരു അരിമണിയിൽ കൊത്തുന്നുണ്ട്. ഞാനും ശ്രദ്ധിച്ച്. അവൻ കൊത്തി നമ്മളടുത്ത് എത്തുമ്പം ചുണ്ടിലമ്മ ക്ലിപ്പ് അടിച്ചിട്ട്. രാധുമ്മ, ബാ നമുക്ക് പോവാം. അവര് ഭാര്യയും ഭർത്താവും കൂടെ ചൊല്ലിക്കൊണ്ട് വരട്ടെ. അയ്യോ സൊല്ലട്ടെ. വായോ നമുക്ക് പോവാം. എന്റെ കൊച്ചൻ വന്നാ എന്തോ എനിക്ക് അമ്മ ഇന്ന് ഓടിച്ചിട്ടടിക്കും. വാ, നിങ്ങളെ പയ്യെ സൊല്ലി നടന്ന് വന്നോട്ടാ. ഞങ്ങള് വേഗം നടന്നു പോവാം. ആരെങ്കിലും വന്ന് വല്ലതും ചോദിച്ചാ വാ തുറക്കല്ലേ കേട്ടാ. അല്ലെങ്കിൽ ചുമ്മാ നടന്ന് അലച്ചു വന്നു. നമ്മള് പയ്യെ പോണേ ഉള്ളു. വാ ഞാട്ട്. നമ്മള് സ്പീഡിന് പോകും. എല്ലാരും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ ഏട്ടാ. അതുകൊണ്ടാ ചോറി. സാരമില്ല, ബാ പോവാം. അവ ഒന്നും കാര്യമില്ല. അല്ല, അതാര് നിങ്ങളോട് ഒന്നിച്ച് പഠിച്ചതാണ്? പിന്നെന്ത് വിളിച്ചോട്ടെന്ന് അറിയാത്ത? നമ്മളൊന്നിച്ച് പഠിച്ചൊന്നുമില്ല. അവനും ജോലി കിട്ടിയിട്ട് ഇപ്പം നമ്മളെ ആദ്യകുട്ടിയുടെ കല്യാണത്തിന് മുമ്പാണ്, ഒരു 2-3 മാസം മുമ്പാണ് അവന് ജോലി കിട്ടിയത്. അപ്പൊ അതുവരെ അവൻ എൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. കല്യാണമൊക്കെ കഴിഞ്ഞതാണ്? കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ വല്ല പ്ലാനുണ്ടോ? എന്ത് അതിനെ കുറിച്ചൊരു ചോദ്യം? നടക്ക്. അവന്റെ കല്യാണം കഴിഞ്ഞില്ല. നീ കഴിപ്പിക്കാൻ കേട്ടോ ഉടനെ. എന്റെ പൊന്നെ, ഞാൻ ചോദിച്ചതേ ഉള്ളേ. അവൻ കെട്ടിയ എനിക്കെന്ന്, കെട്ടില്ലെങ്കിൽ എനിക്കെന്ന്. നടക്കി അങ്ങോട്ട് ഫ്രണ്ടിന്ന്. പറഞ്ഞു പറ്റുള്ളൂ അവൻ കെട്ടിയെന്ന്. ഞാൻ മര്യാദയ്ക്ക് ജോലിക്കായിട്ട് തിരിച്ചു വന്നു വേണം. റോഡിലും വഴിയിലൊക്കെ പലരും കാണും. അവരാണ് മൈൻഡിൽ നിന്ന് നിന്റെ 2 കണ്ണിയും കുത്തിപ്പൊട്ടിക്കും കേട്ടാ. കേറി പൊടിയാത്ത്. ചുമ്മാ വഴക്ക് പറയുന്നു. ചെന്ന് പറഞ്ഞോണ്ട് അവരെന്നെ പിടിച്ചെന്ന് തിന്നോളി. അയ്യോ, ഇതാര്? അബിയുടെ പൊന്നെ എണീറ്റാ. ഓടി വരി. അബിത്തോളാ. ഞാനാണ് എന്റെ കൊച്ചിനെ കളിപ്പിക്കാൻ പോണ. ഇനി വാടാ കണ്ണക്കുട്ട, എന്റെ കുഞ്ഞു കണ്ണുവായി. നമുക്ക് പോവാം, കളിക്കാൻ പോവാ. ടാറ്റോട് അബിക്ക് ടാറ്റോ തന്നെ കുഞ്ഞ്. ടാറ്റോട് അച്ഛമ്മ, അമ്മമ്മക്ക് ടാറ്റോട്, അച്ഛന് ടാറ്റോട്, എല്ലാവർക്കും ടാറ്റോട്. പോണെന്ന് പറ, അതിലൂടെ പോണെന്ന് പറ. ടാറ്റോട് മാമിയിലൂടെ പോണെന്ന് പറ. ടാറ്റോട്. അതെന്ത് ഞങ്ങളൊക്കെ മറന്നാ? മാമീനെ കിട്ടിയപ്പോ ഞങ്ങളെ വേണ്ടിയിരിക്കും അല്ലേ? അബീനെ വേണ്ടല്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കും. അബീനെ ആർക്കും വേണ്ട.
ടാറ്റ ടാറ്റ. ഓ പോയി. ഇതിപ്പോ തന്നിട്ട് കാര്യം പറയല്ലേ അമ്മ. അമ്മീന്ന് വിളിക്കണേക്ക് എന്ത് രസ. അഭിയെന്ന് മാത്രമല്ല അച്ഛന്ന് വിളിക്കുന്നത് കേൾക്കാനും നല്ല രസ. നല്ല രസമാ കേൾക്കാൻ. എന്തിനാണെന്നുള്ളത് അവിടെ ബഹളം? രണ്ടിനും അടിയുടെ കുറവ് തന്നെ. രണ്ടിനല്ല 4 ഓരോന്നിന്റെ കുറവ്. അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ആ ചേട്ടനെ കുറിച്ചിട്ട് ചോദിച്ചു. അതിന് വേണ്ടിട്ട് എന്നെ എന്തൊക്കെ പറഞ്ഞാ ഈ അഭിയേട്ടെ. അതേത് രാഹുല് അല്ലെങ്കിൽ തന്നെ നീ നിങ്ങളുടെ കൊച്ചിന് വഴക്ക് പറഞ്ഞ എന്തെങ്കിലും അറിഞ്ഞുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന വേണ്ടത്. അമ്മ നമ്മളെ രാഹുലിനെ അറിഞ്ഞൂടെ? അവൻ തന്നെ അവൻ ഇപ്പൊ ലീവിനാണ്. അപ്പൊ നമ്മളെ കണ്ടപ്പോ കുറെ നാളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. അച്ഛനമ്മേനെ കണ്ടിട്ട് കുറെ നാളായില്ലേന്ന്. അപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ അവന്റെ അമ്മയുണ്ട്. അമ്മേനെയും കൊണ്ട് വരാന്ന് പറഞ്ഞു. അതാണ് ഇവിടെന്ന് പറയുന്നത്. പിന്നെ കണ്ടവന്മാരെ കുറിച്ച് ചോദിക്കുന്നതിന് അറിഞ്ഞാത്ത ഒരാളെ കണ്ട ആകെ ചിരിച്ച് കാര്യം തരിക, സംസാരിക്കുക, കാര്യം കഴിയുക. അവൻ്റെ അടുത്ത് സംസാരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവന്റെ ജാതകം ചോദിക്കേണ്ട ആവശ്യമുണ്ട് അവർക്ക്. അതിന്റെ ഒരു ആവശ്യമില്ല. ഒക്കെ ഉള്ളായിരുന്നു വെച്ചാൽ മതി. ഓ ജാതകം ചോദിപ്പോ അവളെ പോലെടുത്ത് കഴിയടി പൊടി. അവള് രാവിലെ ഒന്നും കഴിക്കാതെ നടക്കാൻ ഇറങ്ങിയിട്ട് ഇരിക്കുന്നല്ലേ നീർക്കോലിനെ കണക്ക്. നീർക്കോലി രണ്ടും ചൊള്ളിക്കൊണ്ടിരിക്കാതെ കയറിപ്പോയി. ഞാൻ എന്താ പോകും. ഇവനിക്കെന്ത് വേ പിടിച്ചോണ്ട് പോകുന്നു? അല്ല അവനെ കുറിച്ച് പറയുമ്പോ ഇവനിക്കെന്തൊരു ദേഷ്യവും വൈരാഗ്യം. ആർക്കറിയാം, നിന്റെ മോനല്ലേ ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് കയറുന്നേ. നീ വിട്ടുകളാ, നീ വാ നമുക്ക് പോവാം. നിങ്ങളായിരുന്നോ? രാധമോള് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു നിങ്ങള് വരുമെന്ന്. നീ എന്ന് വന്ന്? അല്ല ഇവ അങ്ങ് വീണ്ടും ഉണങ്ങിപ്പോയല്ല. കൊള്ളാം, ഉണങ്ങി ചുക്കായി. ഇനിയിപ്പോ ലീവ് ഉണ്ടാക്കളെ, കുറച്ച് ദിവസം കഴിഞ്ഞേ പോണോളാ. അല്ല നീ ഇതെന്ന് വന്നത്? വന്നിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, ഒന്നിങ്ങോട്ട് വന്നില്ല. 10 ചോടെ വെക്കേണ്ടിയുള്ളു, എന്നാലും ഒന്നിങ്ങോട്ട് വരാത്തത്. അല്ല കൊച്ചിനെ എങ്ങനെ ഇരിക്കണം? കൊച്ചിനിപ്പോ 1 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ? വാ കേറി വാ. കൊള്ളാം, ഞാൻ ഈ കിടന്ന് സംസാരിക്കുന്നല്ല നിങ്ങൾക്ക് മറുപടി പറയാൻ സമയം തന്നില്ലേ? വാ കേറി വാ. അല്ല ആന്റി, ഇവിടെ ഒരു അഭിയൊക്കെ ഇവിടെ ഇല്ലേ? പുറത്തെങ്ങാനും പോയാ? അനക്കാവിയൊന്നും ഇല്ല. അവരൊക്കെ ഇവിടെ ഉണ്ടടാ. നീ വീണ്ടും അങ്ങ് ഉണങ്ങിപ്പോയല്ല. അത് 4 കൂടെ മേലോട്ട് കയറി പോണെന്താ പുതിയ സിനിമ തന്നെ കിട്ടി, സിനിമ കാണാന്നൊക്കെ പറഞ്ഞ് 4 കൂടെ കയറി പോയി. അത് 4 ഒന്നിച്ചാണ് എപ്പോഴും. സൺഡേ ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ 4 എപ്പോഴും ഒന്നിച്ചായിരിക്കും. കിടക്കാൻ നേരത്താണ് മാറിയാ പോയി. ചിലപ്പോ 4 ഒന്നിച്ച് ആണ് അവിടെ എവിടെയെങ്കിലുമൊക്കെ മൂലയ്ക്കാണ് ഒതുങ്ങിയിരുന്ന് കിടന്ന് ഉറങ്ങുന്നത്, സിനിമയെ കണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങള്. പിള്ളേരെ ഇറങ്ങി വന്നിട്ട് രാഹുലും അമ്മയൊക്കെ വന്നിരിക്കുന്നു. ഓടി വാ, ഇറങ്ങി വാ. അല്ല ഇവനെ കെട്ടിക്കാറായില്ലേ? ഇനി ഒന്ന് ഒരു പെണ്ണൊക്കെ നോക്കാനുള്ള സമയമായി. നമ്മളെ നോക്കി തന്നെ. അതിനും കൂടെ വേണ്ടിയ ഇപ്പൊ ഇങ്ങോട്ട് വന്ന. വന്നാലും നാല് നീ കണ്ടിട്ടില്ലല്ലോ, ഇതാണ് ആദ്യത്തെ ചെറുക്കൻ. നിങ്ങളായിരുന്നു നമ്മളൊരു പുതിയ സിനിമ ഇട്ടിടാ. അപ്പൊ അതും കണ്ടോന്നൊക്കെ ഇതിന് കഴിച്ചാ അമ്മ ചായ ഇടമാർന്ന്. അമ്മ ഞാൻ എടുക്കാൻ ചായ, നിങ്ങൾ സംസാരിക്കും. വാടാതി നമുക്ക് പോയി ചായ ഇടാം. ഇതാണ് നിന്റെ മരുമോൻ. കൊള്ളാല്ല, നല്ല രസമുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ചേരുന്നുണ്ട്. മോന്റെ പേരെന്തേര്? നമസ്കാരം ആന്റി, എന്റെ പേര് വിഷ്ണു. ഞാൻ ഇവിടെ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ പിന്നെ കേസ് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരല്ല. ഫ്രീ ആയിട്ട് നമ്മക്ക് ഒരു വക്കീലിനെ കിട്ടിയില്ലേ, അതെന്തല്ല നന്നായി. അതിനെന്ത് നീ പറഞ്ഞാ മതി. നിനക്ക് എന്തൊരു കേസ് ഉണ്ട്, നീ എന്തൊരു ചെയ്തതിന് വേണ്ടിട്ട്. ഒരു ഉറുമിനെ പോലും കൊല്ലാത്തവളാ കേസും കൊണ്ട് നിന്റെ അടുത്തോട്ട് വരാൻ പോണ. അത് തന്നെ, കേസും കൊണ്ട് വരും ഇവള്. ഭർത്താവ് മരിച്ച സമയത്ത് ഇവൻ ഇത്രയല്ലേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ. അപ്പൊ ആ സമയത്ത് അവളെ ഭർത്താവ് മരിച്ചു. ആ ഭർത്താവിന്റെ പെരേഡ് അവൻ എന്തായാലും ആവശ്യത്തിന് അവന്റെ കൊച്ചുങ്ങളെ നോക്കാനുള്ള ഉണ്ടാക്കിയിട്ടായിരുന്നു. ആ പെരേഡത്തിന് വേണ്ടി അവന്റെ സഹോദരന്മാരെ അടിയുണ്ടാക്കിയപ്പം ഇട്ടിരുന്ന തുണിയും അവർക്ക് വേണ്ട തുണികൾ മാത്രം എടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുത്ത് വാടകയ്ക്ക് വന്ന് താമസിച്ചോളാം ഇരുന്ന് കേസ് കൊടുക്കുന്ന കാര്യം പറയണം. ഇല്ലെങ്കിൽ ഇന്ന് ആ പിള്ളേർ ഏത് വിധത്തിൽ വളരേണ്ട പിള്ളേരായിരുന്നു. എന്തിനേട്ടാ വഴക്കുണ്ടാക്കുന്ന? വഴക്കുണ്ടാക്കിട്ട് എന്തൊരു നേടാ? എന്നിട്ട് ആ വഴക്കൊക്കെ ഉണ്ടാക്കി അവര് നേടിയെടുത്തിട്ട് എന്തരായി? അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാ? മക്കളെ പല വാക്കിന് ഇപ്പം വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന രണ്ടിനും, തള്ളേനെയും തന്നേനെയും കൂടെ. വേറൊരു സഹോദരി ഉള്ളത് മക്കൾക്ക് അടിമപ്പണി ചെയ്ത് അവിടെ കിടക്കണം. എല്ലാം പിടിച്ചു വാങ്ങിയിട്ട് ഇപ്പം മക്കള് പോലും നോക്കാതായില്ലേ. എല്ലാരും അവസ്ഥ ഇത് തന്നെ.
അത് ശരി തന്നെ. വിതച്ചതേ കൊയ്യൂ, പിന്നെ അല്ലാതെ എന്ത് ചെയ്യാന്? അല്ലാതെ പണം കൊണ്ട് മക്കളെ മൂടിയിട്ട് ഇപ്പൊ എന്തേരായിപ്പോയി. ആ എന്തായാലും അവര് വിധിച്ചത് അവർക്ക് വന്നു, അത്ര തന്നെ. നിങ്ങളിപ്പോ സമാധാനമായിട്ട് ജീവിക്കില്ലേ, അതിൽ വലുത് എന്തിരുവാണ്. ഞാൻ എന്റെ ചായ ഏട്ടാ ചായ. അല്ല മോൾ എന്ത് ചെയ്യാ? പഠിക്കുകയാണ്? ഇല്ല, ഞാൻ ആദ്യ കമ്പനിയിലെ വർക്ക്. അല്ല മോനെ വിഷ്ണു, നിങ്ങളെ അമ്മയും അച്ഛനൊക്കെ ഇവിടെ ഇല്ലേ, നാട്ടിലല്ലേ? ഞങ്ങളുടെ അച്ഛനമ്മ ഒരു ആക്സിഡന്റില് 1.5 വർഷമായി. അവരച്ഛനും അമ്മയും ഞങ്ങളാ. ഞങ്ങൾക്ക് 2 മക്കളല്ല, 4 മക്കള്. വല്ല പ്രശ്നം ഉണ്ടായില്ലേ? ഒരു കുഴപ്പമില്ല എന്റെ ഭദ്രേ, ഞാൻ അല്ലാതെ ചോദിച്ചതാ. അല്ല, കൊച്ചുങ്ങളെ അച്ഛനും അമ്മേനെയും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങക്ക് അവളെ അച്ഛനും അമ്മേനെയും കണ്ടിട്ട് കാര്യം ഉണ്ടായിരുന്നു, അതാണ് കാര്യം. എന്താ എന്ത് കാര്യം? അവരെ അച്ഛനും അമ്മയെ കണ്ടിട്ട് എന്ത് കാര്യം? എങ്കിൽ നീ ഞങ്ങളടുത്ത് ചോദിച്ചാൽ ഞങ്ങളാ അവര് രണ്ടുപേരും അച്ഛനും അമ്മയും. ഞങ്ങൾക്കിപ്പോ 4 മക്കളാ. നീ എന്തേലും ആണോ നീ ഞങ്ങളോട് ചോദിച്ചു. എങ്കിൽ നിന്റെ മോളെ എന്റെ മോനിക്ക് വേണ്ടി കൈ പിടിച്ച് തരാൻ നിനക്ക് സമ്മതമാണ്? സമ്മതമല്ല. അവളെ കൈ പിടിച്ച് തരാൻ സമ്മതമല്ല. രാധു, കയറി പോകത്ത്, കൊച്ചു ഉണർന്ന് കാണും. പോ, ആദ്യം ചെല്ലുകൂടാ. അബി, എന്തോന്ന് വർത്താൻ അബി പറയുന്നത്? നീ കയറി പോയതിനകത്ത്. നമ്മളിവിടെ ഇരിക്കയില്ലേ, ഞങ്ങൾക്കറിയാലോ സംസാരിക്കാൻ. സോറി ആന്റി, ഞാൻ പെട്ടെന്ന്. ഐ എം സോറി ആന്റി. എന്റെ അനിയത്തിയുടെ കല്യാണ പ്രാവശ്യം കഴിഞ്ഞതാ. അവൾക്കൊരു കുഞ്ഞുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ സ്നേഹം കൂടുതൽ കാരണം രക്ഷപ്പെട്ട് ഓടി വന്നതാണ് എന്റെ കൊച്ച്. ആ വീട്ടിൽ അവള് സങ്കടപ്പെടാതെയും സഹിക്കാതെയും കരയാത്തെയും വേദന കൊണ്ട് നിറയാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു എന്റെ കൊച്ചിന്. അവിടെ നിന്ന് ഇവിടെ വന്നതിന് ശേഷം അവളെ മുഖത്ത് ഞാൻ ചിരിയാണ്. ഇപ്പൊ അവളെ ചിരിയും സംസാരവും സന്തോഷമാണ് നമ്മളെ കുടുംബത്തിന്, നമ്മളെ വീട്ടിന്റെ തന്നെ ബഹളം, ഒരു ഉണർവ്. അതുകൊണ്ടാ അവള് പഴയ കാര്യങ്ങളൊന്നും മറന്നു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാ അഭി ഇത്രയും ദേഷ്യം വിട്ട്. പെട്ടെന്നത് കേട്ടപ്പം. അല്ലാതെ നിങ്ങൾ ചോദിച്ചാലോ പറഞ്ഞാലോ ഒന്നും തെറ്റില്ല. അവൾക്കൊരു ന്യൂ ലൈഫ് കൊടുക്കണമെങ്കിൽ ആലോചിക്കാൻ പറ്റുന്ന ഒരു ബന്ധമായിരിക്കും നിങ്ങളെ മോൻ്റെത്. അയ്യോ, മോനെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അവൻ വന്ന് പറഞ്ഞപ്പോ വന്ന് ചോദിച്ചതേ ഉള്ളൂ. ഡിവോഴ്സ് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി അന്ന് മുതലാ അവളെ മുഖത്ത് ഞാൻ ചിരിയാണെന്ന്. അവള് സ്വാതന്ത്ര്യമായത് ആ ദിവസം ഒത്തിരി കഷ്ടപ്പെട്ട് അവൻ വാങ്ങിക്കൊടുത്തത്. പക്ഷെ ദൈവം അവന് അതിനോട് ശിക്ഷ കൊടുത്തായിരുന്നു. എന്റെ മോളന്ന് തള്ളിയിട്ടിട്ട് ഓടിയപ്പം അവൾ ഇവളെ പിടിക്കാൻ വേണ്ടിട്ട് ഓടിയതാ. പക്ഷെ ഭാഗ്യത്തിന് അവന്റെ അച്ഛൻ പിടിച്ച് തള്ളി ബേക്കിലേക്ക് തള്ളിയത് അവൻ എടുത്തെറിഞ്ഞ് അതേ ബോട്ടിൽ കുത്തി അവന്റെ നട്ടല് തളർന്നുപോയി. കിടപ്പുണ്ട് അവിടെ ജീവശവമായിട്ട്. എന്റെ കൊച്ചിനെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ കൊടുത്താ ദൈവം. അങ്ങനെ വെറുതെ വിടാൻ പറ്റൂലല്ലോ. അത് നീ പറഞ്ഞ ശരിയാ, നമ്മള് ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് കിട്ടിയത്. അമ്മ, മക്കള് വന്നാ? കുഞ്ഞുണന്നാ? ഉണന്നായിരുന്നമ്മ. പാല് കുടിച്ചിട്ട് ഉറങ്ങി. ഇനി കുറച്ചു നേരം ഉറങ്ങിയോ, അതുകൊണ്ടായിരിക്കും പാല് കുടിച്ചപ്പോഴേ ഉറങ്ങി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നോക്ക്. നിന്റെ പാസ്റ്റോ നിന്റെ കുഞ്ഞിനോ കണ്ടിട്ടല്ല ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ടെന്ന്, ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതും അല്ല. എന്ത് ചെയ്യാനാ, ദൈവത്തിന്റെ ഓരോ വിധികളെ. ഈ വർഷം ഇദ്ദേഹത്തിന്റെ കല്യാണം നടത്തണം, അതിന് വേണ്ടിയിട്ടുള്ള പെണ്ണ് നോക്കണം നമ്മൾ നടത്തുന്നു. അല്ലാതെ വേറൊന്നും കൊണ്ടൊന്നും അല്ല. അല്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോകാനാ. എനിക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്ക് നിന്നെ നിന്റെ കൊച്ചിനെ നോക്കുന്നൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അവന് ആദ്യം കണ്ടപ്പോ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് ഞാൻ ഒട്ടും വിടൂലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാന്, നിനക്ക് സമയം വേണം, ഇവന് സമയം ഒട്ടും ഇല്ല. എന്താണ് മക്കളെ, നമ്മൾ എവിടെ തോറ്റു പോകുന്നതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ജയിക്കാൻ വേണ്ടി തീരുമാനിച്ചുറച്ചാൽ ജയിക്കുകയുള്ളു. ശരിയാണ്, കാലം ഇടറും, പക്ഷെ ജയിച്ചേ മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ നീയായിട്ട് തോറ്റു കൊടുക്കാൻ തുടങ്ങിയ തോറ്റ് ഭൂമിയോളം തോറ്റ് അതിന്റെ തലോട്ട് ചവിട്ടിത്താക്കുന്ന ആൾക്കാരെ ഉള്ളു ലോകത്ത്. കേട്ടല്ല, നമ്മളെ സ്നേഹിച്ച് നമ്മളെ വിട്ടുപോയ പങ്കാളികളില്ലേ, ഇതാ ഇവന്റെ അച്ഛൻ പൊന്നെ പോലെ എന്നെ കൊണ്ട് നടന്നത് കൈവെള്ളേന്ന് താഴെ വെക്കാതെ. ആ മനുഷ്യൻ പോയിട്ട് എനിക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം ആ മനുഷ്യന്റെ ഓർമ്മകളും എനിക്ക് തന്ന സ്നേഹവും മതിയായിരുന്നു എനിക്ക് ഇത്രയും വർഷം ജീവിക്കാൻ, ഇനിയുള്ള കാലം ജീവിക്കാൻ. പക്ഷെ മോക്കുള്ള നല്ല ഓർമ്മകളല്ല,
ആ ചീത്ത ഓർമ്മകളുടെ സ്ഥാനത്ത് നല്ല ഓർമ്മകൾ കൊണ്ടുവരണം. ജീവിതം എന്ന് പറയുന്നത് നല്ല ഓർമ്മകളെ മാത്രം നമ്മൾ സ്വീകരിക്കുന്നതല്ല, സങ്കടമുണ്ട്. ആ സങ്കടങ്ങളെ തള്ളിക്കളഞ്ഞ് നല്ല ഓർമ്മകളെ സ്വീകരിക്കുമ്പോഴാണ് ജീവിതമാണ്. മോളെ ഇത്രയും നാളുള്ള സങ്കടം ദുഃഖമായിരുന്നു. പക്ഷെ ഇനി മോള് തിരഞ്ഞെടുക്കേണ്ടത് വളരെ സന്തോഷമായ കുറേ ഓർമ്മകൾ മോൾക്ക് പങ്കുവെക്കാൻ പറ്റുന്ന ഒരാളാണ്. അതിനുള്ള മോള് സമയം എടുത്തോ, പക്ഷെ അധികം എടുക്കരുത്. ജീവിതമാണ്. മോക്കും ഒരാൾ വേണം, മോളെ കുഞ്ഞിനൊരു അച്ഛനെയും വേണം. രണ്ടും തികഞ്ഞ ഒരാളെ കിട്ടും കേട്ടാ. ഈ അമ്മ ഉണ്ട് കൂടെ, നമ്മക്ക് നോക്കാടി. നിനക്ക് എപ്പ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാനും എന്റെ ഭദ്രയും കൂടെ ഒരു ഇറങ്ങും റോഡിലോട്ടല്ലേടാ. നല്ല ചെറുക്കന്മാരെ മാത്രം ലിസ്റ്റ് ചെയ്തമ്മ. ശരിയമ്മ പറയാം. ഇരുന്നിരുന്ന സമയം പോയതറിഞ്ഞില്ല. ആ നമ്മൾ ഇറങ്ങുവാ ഭദ്ര. ശരിയെന്നാ ഏട്ടാ, ശരിയെന്നാ ഇറങ്ങുവാണേ. പിന്നെ മക്കളെ, നിങ്ങൾ നോക്ക്, നിങ്ങളെ സഹോദരനല്ലേ അവനൊരു പെണ്ണിനെ നോക്ക്. നിങ്ങൾക്കൊരു നാത്തൂനെ കണ്ടുപിടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കൊണ്ട് വാ, നമുക്ക് നോക്കാടി. നല്ല സ്വഭാവമാണെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. സഹോദരന്റെ കല്യാണ, ഇവന്റെ നമുക്ക് ഡ്രസ്സൊക്കെ ഊറ്റിയെടുക്കാം. എന്ത് പറയുന്നു? ശരിയമ്മ, എങ്കിൽ നമുക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കളയാം. ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം. സോറിടാ, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ കല്യാണം വെച്ച് നിന്ന് മനസ്സിലാണെങ്കിൽ ഒരു പെൺകൊച്ചിനെ കണ്ട് നേരെ നമ്മ എടുത്ത് പറഞ്ഞു അമ്മേനെയും കൊട്ടിഞ്ഞ് പോന്ന്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല. അല്ലാതെ രാധുവിന് മനഃപൂർവ്വം വിഷമത്തിനൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. എടാ സോറി, നീ ഇങ്ങനെ ഹൈപ്പർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും നിന്റെ കൂട്ടുകാരുടെ നീ ഇങ്ങനെ ചെയ്യണമായിരുന്നു. അതൊന്നും സാരില്ല, ഇവനിക്ക് എന്താണ് ചുമ്മാ അത് കേട്ടപ്പോഴേ ദേഷ്യം വന്നത്. അത് താങ്ങ് വിട്ടോളാം. എടോ സോറി കേട്ടാ, ഞാൻ പറഞ്ഞതോ അമ്മ ചോദിച്ചതോ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ വെക്കണ്ട കേട്ടാ. ഇതാ ഇവനെ കാണുമ്പോഴും നല്ല ഫ്രണ്ട് ആയിട്ട് എന്നെ കണ്ടാൽ എനിക്ക് എന്ത് വേണം എൻ്റെ അടുത്ത് പറയാം. അതെ, ഞാൻ ആത്മാവാണ്. ആർക്കും എന്നെ കാണാൻ പറ്റി. കുറെ നേരം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന ഉച്ച മനുഷ്യൻ എന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണില്ല. നോക്കി നീ വരോടാ ചേട്ടൻ തെണ്ടി രാവിലെ. നിനക്ക് പെണ്ണനെ പെടക്കോഴിനെ കണ്ടുപിടിച്ചാൽ നിനക്ക് ഒന്നിനെ കണ്ടുപിടിച്ചാൽ നിന്നെ ഒരു പെണ്ണിനെ കേട്ടാ സമ്മതിക്കണം നാറിഞ്ഞ്. അയ്യോ, എന്റെ ആദ്യകുട്ടി ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ? അയ്യോ എന്റെ പൊന്നുമോളത് എന്തേലും കോലായിട്ടിരിക്കുന്നു. മെലിഞ്ഞു പോയി നീ അങ്ങ്. നീ നാളെ വീട്ടിലോട്ട് വരണം കേട്ടാ. നമുക്ക് പുറത്തോട്ടൊക്കെ പോയി ഞാൻ വല്ലാത്ത നിനക്ക് വാങ്ങി തരാം. ശരീരമൊക്കെ അങ്ങ് ഉണങ്ങി ചുക്കായി. ഇവൊന്നും ശ്രദ്ധിക്കണ്ടല്ലേ? എനിക്കറിയാം ഇവ ശ്രദ്ധിക്കൂല. ഞാൻ കൊണ്ടുവന്നില്ല. നമുക്ക് എന്നിട്ട് അമ്മക്ക് 2 രൂപ കൂടെ ഒന്നിച്ച് പോയി പെണ്ണാണ് കേട്ടാ. എന്റെ മോള് നല്ല മോളാണ്. വരി, ഞാൻ കണ്ടില്ല, അതുകൊണ്ടല്ലേ. ചേട്ടൻ കണ്ടാ നിന്നെ മൈൻഡ് ചെയ്യാതിരിക്കോ? എനിക്കൊന്നും വേണ്ടടാ. നിന്റെ നല്ലൊരു അടിപൊളി പെങ്കൊച്ചുണ്ടായിരുന്നു. നിനക്ക് ചേരണ പെങ്കൊച്ച്, നല്ലൊരു സുന്ദരി പെങ്കൊച്ച്. പക്ഷെ ഇനി വേണ്ടടാ, വേണ്ട. നിനക്കൊക്കെ ആ പെണ്ണിനെ നിനക്ക് ചേരൂലടാ. നീ എന്നെ മൈൻഡ് ചെയ്തില്ല. നിനക്ക് കാണിച്ചിരുന്നുണ്ട് ഞാൻ. അളിയ ഒന്ന് പറഞ്ഞേക്കണം കേട്ടാ. അവള് നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും ഇവിടെ. എന്നെ അവൾക്ക് ആദ്യമേ അറിയാലോ, അതുകൊണ്ട് എനിക്ക് ചേരണ വെങ്കച്ചായിരിക്കും. അറിയാം, അളിയനിലാണ് എനിക്കൊരു പ്രതീക്ഷ. അളിയനാണ് എന്റെ അളിയൻ, ഞാനാണ് അളിയന്റെ അളിയൻ. ശരി അളിയ. ഇതിപ്പോ കൊറേ അളിയനായല്ല. അതെ, ആ അളിയന്റെ വളിയൻ നീ ആവണ്ട, അതിന് വേറെ ആളുണ്ട്, നമുക്ക് നോക്കാം കേട്ടാ. ഇപ്പൊ ഈ വളിയൻ ഞാൻ പോവേ എന്നാ. അപ്പൊ അളിയ ഞാൻ പോവാണ്. അവളുടെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് സെറ്റ് ആക്കണം കേട്ടാ. ഞാൻ പോണ്. കോഴിയുടെ സൗണ്ട് ഉണ്ടാക്കി കിടന്നാൽ ഒരു പെണ്ണ് പോലും ഇല്ല. അതൊക്കെ നമ്മളെ കണ്ടുപിടിക്കണം അല്ലേടി രാധ. കമ്പനിയിലോട്ട് പോണ വഴിക്ക് നമ്മൾ എത്ര എണ്ണത്തിനാണ് ഒരു സമയം വായി. ഞാനൊന്നും പറഞ്ഞില്ല കേട്ടുമ്പോ നമുക്ക് പോണ്ടേ, നാളെ പോണ്ടേ. പിന്നെ പോണ്ടേ, കമ്പനി പോണം. വേഗമായോ ഞാൻ ഒന്നും എടുത്ത് വെച്ചില്ല. ഇപ്പൊ കണ്ണു പറഞ്ഞാലും നമുക്കിപ്പൊ കടകളിലേക്ക് പോവാ. 8 നോട്ടം കണ്ട നമ്മളെ ഇപ്പൊ തിന്നും. വേഗമായോ പോവാൻ നമുക്ക് കണ്ണൻ